എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് വളർച്ചയുടെ ഒരു നിർണായക ഘടകത്തെക്കുറിച്ചാണ്. അതെ, തന്ത്രപരമായ പങ്കാളിത്തങ്ങളെക്കുറിച്ച്. എങ്ങനെ ശരിയായ പങ്കാളികളെ കണ്ടെത്തി മുന്നോട്ട് കുതിക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെയെല്ലാം പിന്നിലാക്കി ഇങ്ങനെ കുതിച്ചു പായുന്നത്? എന്തായിരിക്കും അവരുടെ ആ ഒരു സീക്രട്ട് സോസ്? ഉത്തരം വളരെ സിമ്പിളാണ്. അവർ ഒറ്റയ്ക്ക് പോകുന്നില്ല. അവർക്കറിയാം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് സമയമെടുക്കുമെന്ന്. അതുകൊണ്ട് അവർ ശരിയായ ആളുകളുമായി കൈകോർക്കുന്നു, ഒരുമിച്ച് കൂടുതൽ വേഗത്തിൽ വളരുന്നു. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം വേണ്ടത് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമല്ല, മറിച്ച് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്തിനാണ് നിങ്ങൾക്കൊരു പങ്കാളിത്തം വേണ്ടത്? അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സാധാരണയായി 4 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. 1. ചിലപ്പോൾ നിങ്ങളുടെ ചിലവുകൾ കുറയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിലേക്ക് എത്താനോ പുതിയ മാർക്കറ്റുകൾ പിടിക്കാനോ വേണ്ടിയാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യമോ മറ്റൊരാളുടെ കയ്യിലായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വിതരണ ശൃംഖല, അതായത് സപ്ലൈ ചെയിൻ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഒരു പാർട്ട്ണർഷിപ്പ് സഹായിച്ചേക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആരെയാണ് കൂടെ കൂട്ടേണ്ടത്, അല്ലേ? നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന ആ ശരിയായ പങ്കാളിയെ കണ്ടെത്തലാണ് അടുത്ത പടി. പലതരം പങ്കാളികളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു സപ്ലയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്നോളജി തരാൻ കഴിയുന്ന ഒരു ടെക് പാർട്ട്ണർ ആവാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മാർക്കറ്റിംഗ് പാർട്ട്ണർ. ഓരോരുത്തർക്കും ഓരോ റോളാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പുകൾക്ക് പല രൂപങ്ങളുണ്ട്. പ്രധാനമായിട്ടും 2 എണ്ണം. ഒന്ന് ജോയിന്റ് വെഞ്ചർ, അതായത് 2 കമ്പനികൾ ചേർന്ന് പുതിയൊരു കമ്പനി തന്നെ തുടങ്ങുന്നത്. മറ്റൊന്ന് ലൈസൻസിംഗ് കരാറുകളാണ്. ഇവിടെ ഒരു കമ്പനി അവരുടെ പേരോ ടെക്നോളജിയോ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ മറ്റൊരു കമ്പനിക്ക് അനുമതി കൊടുക്കുന്നു. ഇനി നമ്മൾ വരുന്നത് ഏതൊരു പാർട്ട്ണർഷിപ്പിന്റെയും ഹൃദയഭാഗത്തേക്കാണ്, ആ കൊടുക്കൽ വാങ്ങൽ. അതായത് 2 കൂട്ടർക്കും ഇതുകൊണ്ട് എന്തു പ്രയോജനം കിട്ടുന്നു? ഇത് കൃത്യമായില്ലെങ്കിൽ ഒരു ബന്ധവും അധികകാലം നിലനിൽക്കില്ല. ഇതൊരു സമവാക്യം പോലെയാണ്. നിങ്ങൾ എന്തു കൊടുക്കുന്നു, നിങ്ങൾക്ക് പകരമായി എന്ത് കിട്ടുന്നു, പിന്നെ ഒരുമിച്ച് എന്തൊക്കെ റിസ്കുകളാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ 3 കാര്യങ്ങളിലും ഒരു ബാലൻസ് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു വശത്തേക്ക് കൂടുതൽ ചാഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് അധികം വൈകാതെ തകരും. ശരി, നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടെത്തി ഡീൽ ഉറപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം കഴിഞ്ഞോ? ഇല്ല. ഇത് ശരിക്കും വർക്കാവുന്നുണ്ടോയെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണ്ടേ, അളന്നു നോക്കണം. അതുകൊണ്ട് ആ കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് കുറച്ച് ഹോംവർക്ക് ചെയ്യണം. നിങ്ങളുടെ പാർട്ട്ണറുടെ ശക്തി എന്താ? എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഭാവിയിലെ ബിസിനസ് വളരുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പും കൂടെ വളരുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തിയാൽ ഭാവിയിലെ പല തലവേദനകളും ഒഴിവാക്കാം. ഓക്കേ, പാർട്ട്ണർഷിപ്പ് തുടങ്ങി, കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നു എന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷെ വെറും തോന്നൽ മതിയോ? ഇത് ശരിക്കും വിജയകരമാണോ എന്ന കൃത്യമായ കണക്കുകൾ വെച്ച് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വരുമാനം. ഈ പാർട്ട്ണർഷിപ്പ് വഴി നിങ്ങൾക്ക് എത്രത്തോളം പണം കൂടുതൽ കിട്ടി? ഇത് തന്നെയാണ് വിജയത്തിന്റെ ഏറ്റവും വ്യക്തമായ ഒരടയാളം. പക്ഷേ പണം മാത്രമല്ലല്ലോ പ്രധാനം. എത്ര പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി എന്നതും ഒരു വലിയ കാര്യമാണ്. ഇത് നിങ്ങളുടെ മാർക്കറ്റിലുള്ള വളർച്ചയെയാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം സംസാരിച്ച ലക്ഷ്യങ്ങൾ ഓർമ്മയില്ലേ? അതിലൊന്നായിരുന്നു ചിലവ് കുറയ്ക്കുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് വഴി എത്ര ശതമാനം ചിലവ് കുറയ്ക്കാൻ പറ്റി? ഇതും വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അളവുകോലാണ്. അപ്പം നമ്മൾ എന്തിന്, ആര്, എങ്ങനെ, എന്തളക്കണം എന്നൊക്കെ സംസാരിച്ചു. ഇതെല്ലാം ഒരൊറ്റ നിർണായകമായ ചോദ്യത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അവസാനം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എല്ലാവരുമായും പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ നമുക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്റെ ബിസിനസിന്റെ വിജയത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യമായ പാർട്ട്ണർഷിപ്പുകൾ ഏതൊക്കെയാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്.